സോണിയാസ് ഫുഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബട്ടർ ചിക്കൻ ആണ്. ടേസ്റ്റി ആയതും ക്രീമി ആയതും സോസി ആയതുമായ ബട്ടർ ചിക്കന്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുടെ ഫേവറേറ്റ് ഡിഷായ ബട്ടർ ചിക്കന് എങ്ങനെയാണ് നമ്മുടെ ഡൈനിങ് ടേബിളുകളിൽ എത്തിക്കുന്നതെന്നാണ് ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ബട്ടർ ചിക്കൻ പ്രിപ്പയർ ചെയ്യുന്നതിന് 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ചിക്കനിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം ബട്ടർ ചിക്കൻ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ചിക്കനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ലെമൺ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മീഡിയം സൈസ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിലേക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണിത്. അത് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് കേർഡ് അഥവാ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കിയിരിക്കുന്ന മിക്സിലേക്ക് ബോൺലെസ് ചിക്കൻ 250 ഗ്രാം എടുത്തു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാം. നമ്മളിവിടെ ചിക്കനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനെ ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബട്ടർ ചിക്കന് വേണ്ട സോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബട്ടർ ചിക്കൻ്റെ സോസ് റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു ബട്ടർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് ഒരു സബോള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഈ സബോള നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. സബോള നമുക്ക് 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്യാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായ വന്നാൽ മതി. ഇത് ഗോൾഡൻ കളറും ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ സോസ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ജസ്റ്റ് 1 മിനിറ്റ് ഇത് ഇളക്കി കൊടുക്കാം. നമ്മുടെ സബോള ജസ്റ്റ് 1 മിനിറ്റ് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 ടൊമാറ്റോസിനെ മീഡിയം സൈസിൽ സ്ലൈസ് ചെയ്തതാണ് ഇത് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് 3 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു ജാതിപത്രി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ബേ ലീഫാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് സ്റ്റാർ അനീസ് ആണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 2 ഏലക്കയാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്ലോവ് ഒരു 4 പീസ് ഉണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പെപ്പർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി 1 സ്പൂൺ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 2 സ്ലൈസ് ബട്ടറാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഹാഫ് സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മല്ലിയിലയുടെ തണ്ടാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ ലിഡ് അടച്ച് ഒരു 10 മിനിറ്റ്സ് ഇതിനെ നന്നായിട്ട് മെൽറ്റായി വരുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. ഒരു ഹാഫ് സ്പൂൺ ബട്ടർ ഇതിലേക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം.
നമ്മുടെ പാനിനെ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കനെ 1 by 1 ആയിട്ട് ഈ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഹാഫ് കുക്ക് ആയാൽ മതി, ഇത് ഫുള്ളി കുക്ക്ഡ് ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇത് സോസിൽ കിടന്ന് ഒന്നുകൂടി വേവിക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കാം. ചിക്കന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യാൻ. ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് നന്നായിട്ട് കിട്ടത്തില്ല. ഇനി നമുക്ക് ഇത് ഒന്ന് ഹാഫ് കുക്ക് ആക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബട്ടർ ചിക്കന് വേണ്ടിയുള്ള സോസ് ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 5 minutes കൂടി കഴിയുമ്പം ഇത് നന്നായിട്ട് മെൽറ്റായി വരും. നമ്മുടെ ചിക്കനെ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 10 പീസ് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബട്ടർ ചിക്കന് വേണ്ടിയുള്ള സോസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം തണുപ്പിക്കാൻ വെക്കാം. അത് കഴിഞ്ഞ് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം കുക്കായി വരുന്നുണ്ട്. ചിക്കൻ ഇവിടെ കുക്കായി വരുന്നുണ്ട്. നമ്മുടെ ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത് നമ്മൾ തന്തൂരി ചിക്കനെ അല്ലെങ്കിൽ ഗ്രിൽഡ് ചിക്കനെ സോസിൽ ചെയ്യുന്നതിനാണ് നമ്മൾ സാധാരണ ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത്. നമുക്ക് ഇത് ഇതുപോലെ തന്നെ പാനിലും ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത ചിക്കനെ നമുക്ക് ബട്ടർ ചിക്കന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സാധാരണ ചിക്കൻ റെസിപ്പികളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിക്കനെ വളരെയധികം താല്പര്യത്തോടു കൂടി കഴിക്കാൻ സാധിക്കും. നമുക്ക് ഈ ബട്ടർ ചിക്കനെ ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ ഇന്ത്യൻ സ്റ്റൈൽ കുക്കിങ്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കുക്കിംഗ് ആണ് ശരിക്കും ഈ ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത്. എങ്കിലും നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷസിനെ നമുക്ക് എപ്പോഴും നമ്മുടെ ഡൈനിങ് ടേബിളുകളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ആണ് നമ്മളെപ്പോഴും നടത്തേണ്ടത്. അപ്പം നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആവുകയും നമുക്ക് വെറൈറ്റി ടേസ്റ്റിൽ ചിക്കൻ കഴിക്കാനും സാധിക്കും. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൻ ഓഫ് ചെയ്യാം. നമുക്ക് ബട്ടർ ചിക്കന് വേണ്ടിയുള്ള സോസിനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ ബട്ടർ ചിക്കൻ്റെ സോസിന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സിനെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ബട്ടർ ചിക്കൻ്റെ സോസിന് വേണ്ടി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അരിച്ചെടുക്കാം. ബട്ടർ ചിക്കന് വേണ്ടിയുള്ള സോസ് നമ്മൾ അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് എന്താണെന്ന് നോക്കാം. ഈ നോൺ സ്റ്റിക്ക് പാനിലേക്ക് 1/2 സ്പൂൺ ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാം. ചൂടായ പാനിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന സബോളയെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സബോള നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സബോള അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗ്രീൻ ചില്ലി 2 എണ്ണം ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ റോ ടേസ്റ്റ് മാറുന്നിടം വരെ നമുക്ക് ഈ മിക്സിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 1 സ്പൂൺ കാശ്മീരി ചില്ലി ഈ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ബട്ടർ ചിക്കന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സോസിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ചിക്കൻ്റെ സോസിലേക്ക് നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഗ്രേവിയിലേക്ക് 1/2 സ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ ബട്ടർ ചിക്കൻ്റെ ഗ്രേവിയിൽ മിക്സായി നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. നമുക്ക് ഇതൊരു
5 മിനിറ്റ്സ് ഇതിൻ്റെ ലിഡ് അടച്ചതിന് ശേഷം ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ബട്ടർ ചിക്കൻ്റെ സോസ് കുറച്ചുകൂടി ക്രീമി ആവുന്നിടം വരെ നമുക്ക് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ബട്ടർ ചിക്കനിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് ക്രീമി ആയിട്ട് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1 സ്പൂൺ ഹണി അഥവാ തേൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില അല്ലെങ്കിൽ കൊറിയാണ്ടർ ലീഫ് ഇട്ട് കൊടുക്കാം. നമുക്ക് ബട്ടർ ചിക്കനിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഇത് ബട്ടർ ചിക്കന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടുന്നതിന് ഈ ക്രീം ആഡ് ചെയ്യുന്നത് ഗുണകരമായിരിക്കും. ബട്ടർ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് കസ്തൂരി മേത്തി പൗഡർ അതല്ലെങ്കിൽ ഉലുവായുടെ ലീഫ് ഡ്രൈ ആക്കി പൊടിച്ച പൗഡർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യാം. ഇപ്പം ഞാനിതിൽ അത് ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ബട്ടർ ചിക്കന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റോറൻറ്റുകളിലൊന്നും പോയി ബട്ടർ ചിക്കൻ കഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസും സജഷൻസും അറിയിക്കണം. വേറൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് സോണിയാസ് ഫുഡ്.